നമസ്കാരം. കേരളത്തിൻ്റെ അജണ്ട സെറ്റ് ചെയ്യുന്നത് ഇവിടുത്തെ സാധാരണ ജനങ്ങളാണ്. ഗവൺമെൻറ്റോ ഗവൺമെൻറ് മെഷീനറിയോ അല്ല. ഇന്നത്തെ സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. വിഴിഞ്ഞം തുറമുഖം നേടിയെടുത്തതിൻ്റെ അനുഭവത്തിൽ പറയുകയാണ്. 30 വർഷമായിട്ട് കൃത്യമായിട്ടും അറിയാം ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും, പിന്നീട് എല്ലാവരും ചേർന്നു, സംശയമൊന്നുമില്ല. പക്ഷെ തുടക്കകാലത്ത് ഇവിടുത്തെ ഒറ്റ രാഷ്ട്രീയ പാർട്ടിക്കും ഈ ആശയം ആവശ്യമില്ലാത്തതായിരുന്നു. മാത്രമല്ല, സമീപ പോർട്ടുകൾ, രാജ്യത്തെ മറ്റു പല പോർട്ടുകൾ, ലോകത്തിലെ മറ്റു പല പോർട്ടുകൾ, പ്രധാനപ്പെട്ട വമ്പൻ രാജ്യങ്ങൾ എല്ലാവരും തകർക്കാൻ ശ്രമിച്ച ഒരു ആശയമാണ് വിഴിഞ്ഞം തുറമുഖം. നേടിയെടുത്തു. ജനങ്ങളുടെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് വഴങ്ങേണ്ടി വന്നത്, ഗവൺമെൻറ്റുകൾക്ക് വഴങ്ങേണ്ടി വന്നത്. ഇത് ചരിത്രമാണ്. ഈ ചരിത്രം നിങ്ങളുടെ മുമ്പിൽ, പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള ഒന്നാം തരം തെളിവാണ് മെത്തനോൾ അല്ലെങ്കിൽ ബയോഫ്യൂവൽ. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് ഇങ്ങനെ ഒരു ഫ്യൂവൽ കയറ്റുമതി ചെയ്തിരിക്കും. ഇവിടെ നിന്ന് അത്തരം ഉൽപാദനം ഫാക്ടറികൾ ആരംഭിച്ചിരിക്കും. ഒരു ഗവൺമെന്റും ഇപ്പോൾ അനങ്ങണ്ട. അറിയാമല്ലോ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിലപാടുകൾ അറിയാമല്ലോ. ഇതൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല. ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടത്തിയെടുക്കും എന്നുള്ള ദൃഢനിശ്ചയം ചെയ്തവരാണ് വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി 30 വർഷം പ്രവർത്തിച്ചവർ. അതുകൊണ്ട് തന്നെ കൂടുതൽ ആവേശകരമായ കാര്യമാണ് മെത്തനോളിനെ സംബന്ധിച്ചു വരുന്നത്. ഇത്രയും ദിവസം പറഞ്ഞതിനേക്കാൾ മെച്ചപ്പെട്ട, കേരളത്തിലെയും ഇന്ത്യയിലെയും കർഷകർക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു ഉപോൽപ്പന്നം കൂടി ഈ പറയുന്ന ബയോഫ്യൂവൽ മെത്തനോളിൽ കൂടി പുറത്തു വരുന്നുണ്ട്. അതോടുകൂടി അവരുടെ ഉൽപാദനം കൂടും, മണ്ണിൻ്റെ സംരക്ഷണം കൂടും, എന്നെല്ലാം കൂടി ചേരുന്നതാണ് പുതിയ മെത്തനോൾ ഉൽപാദനം. അതിന് നമ്മളെ സഹായിക്കുന്നത് ഇവിടെ യൂണിവേഴ്സിറ്റികളുണ്ട്. എന്തിനാണ് അവരിയ്ക്കുന്നതെന്ന് എനിക്കറിയില്ല. പ്രേക്ഷകർ തീരുമാനിക്കും. ഇവിടെയും കുറേ സർവകലാശാലകളുണ്ട്. മണ്ണുത്തിയിൽ ഒരു സർവകലാശാലയുണ്ട്. അതിൻ്റെ ഒരു ഉപഭാഗം ഇവിടെ വെള്ളായണിയിലുണ്ട്. എന്ത് കാർഷിക ഗവേഷണമാണ് അവർ നടത്തുന്നതെന്ന് യാതൊരു നിശ്ചയവുമില്ല. ഇവിടെ ഇൻഡോ ഡാനിഷ് ഫേം ടേൺസ് അഗ്രി വേസ്റ്റ് ഇൻടു ക്ലീൻ ഷിപ്പിംഗ് ഫ്യൂവൽ, പ്രോമിസസ് ടു റേസ് ഫാം ഈൽഡ്സ്. ആദ്യമാണ് ഇങ്ങനെ ഒരു വാക്ക് കേൾക്കുന്നത്. കർഷകന് കൂടുതൽ വരുമാനം ഉണ്ടാകുന്ന തരത്തിൽ ഇൻഡോ ഡാനിഷ് ഫേം ടേൺസ് അഗ്രി വേസ്റ്റ് ഇൻടു ക്ലീൻ ഷിപ്പിംഗ് ഫ്യൂവൽ, പ്രോമിസസ് ടു റേസ് ഫാം ഈൽഡ്സ്. കേരളത്തിലെയും ഇന്ത്യയിലെയും കർഷകർ ഒരുമിച്ചാൽ പിന്നെ ആർക്കെങ്കിലും ഈ വിഷയം ഒഴിവാക്കാൻ പറ്റുമോ? ഇനിയിപ്പോൾ ക്രമേണ വരും. ഇത് കർഷകരുടെ വിഷയമാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ഇനിയിപ്പോൾ UDFും LDFും BJPയും എല്ലാവരും മെത്തനോൾ എന്ന് പറഞ്ഞു തുടങ്ങും. അതാണ് പറയുന്നത്, ജനങ്ങളാണ് ഇവിടെ വിഷയങ്ങൾ ഡ്രൈവ് ചെയ്യുന്നത്. കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും അജണ്ട സെറ്റ് ചെയ്യുന്നത് ജനങ്ങളാണ്. അങ്ങനെ സെറ്റ് ചെയ്ത അജണ്ടയിലാണ് ഏകദേശം 50ാമത്തെ കപ്പൽ അടുക്കാൻ പോകുന്നത്. ദേവിയത് പൊറുക്കണം, ഇംഗ്ലീഷ് വായിക്കാതെ നിവൃത്തിയില്ല. കാര്യം മലയാളത്തിൽ ഒരു ഗവേഷണവും നടക്കുന്നില്ല. കേരളത്തിലെ ഒരു ഗവേഷണവും മലയാളത്തിൽ അച്ചടിച്ചു വരുന്നുമില്ല. വരുന്നതെല്ലാം ഇംഗ്ലീഷിലാണ്. അതുകൊണ്ട് പൊറുക്കണം. എനിക്ക് ഇംഗ്ലീഷ് പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടല്ല. Recent tests have demonstrated Marshmakes, കമ്പനിയുടെ പേര് Marshmakes എന്നാണ്, waste-based biofuels viability as a drop-in replacement for fossil fuels in the sector. അഗ്രി വേസ്റ്റിൽ നിന്ന് ഫ്യൂവൽ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് Marshmakes. നമുക്ക് മാഷ് വളരെ സുപരിചിതമായ വാക്കല്ലേ, Marshmakes. In collaboration with the leading global shipping company Norden, ഞാനിതുവരെ കേട്ടിട്ടില്ല അങ്ങനെ ഒരു കപ്പൽ കമ്പനിയെ കുറിച്ച്. നമ്മുടെ ഡെൻമാർക്കിലുള്ളതായിരിക്കും, ഡാനിഷ് അല്ലേ പറയുന്നത്, അപ്പോൾ ഡെൻമാർക്കിലായിരിക്കും നോർഡൻ. ഇൻ കൊളാബറേഷൻ വിത്ത് ലീഡിംഗ് ഗ്ലോബൽ ഷിപ്പിംഗ് കമ്പനി നോർഡൻ, it will now be trialed in live vessels.
അവരുണ്ടാക്കിയ ഫ്യൂവൽ നോർഡൻ എന്ന് പറയുന്ന കപ്പൽ കമ്പനി പരീക്ഷണം നടത്താൻ സമ്മതിച്ചിരിക്കുന്നു. ഷിപ്പിംഗ് ഫെസിലിറ്റേറ്റ്സ് ഓവർ 80% ഓഫ് ഗ്ലോബൽ ട്രേഡ് ആൻഡ് യൂസസ് മോർ ദാൻ 330 മില്യൺ ടൺസ് ഓഫ് ഫോസിൽ ഫ്യൂവൽ. നമ്മുടെ ഏറ്റവും വലിയ പൊട്ടൻഷ്യൽ ഒരു കണക്കാണ്. ഇങ്ങനെ ഒരു കണക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല. 330 മില്യൺ ടൺ, 33 കോടി ടൺ ഫ്യൂവൽ വേണം. നമ്മൾ എത്ര ഉൽപ്പാദിപ്പിച്ചാലും എടുക്കാൻ കപ്പൽ കമ്പനികൾ മത്സരിച്ചു വരും. ഷിപ്പിംഗ് ഫെസിലിറ്റേറ്റ്സ് ഓവർ 80% ഓഫ് ഗ്ലോബൽ ട്രേഡ്, അത് നമുക്കറിയാം. ആൻഡ് യൂസസ് മോർ ദാൻ 330 മില്യൺ ടൺസ് ഓഫ് ഫോസിൽ ഫ്യൂവൽ എവറി ഇയർ, അക്കൗണ്ടിംഗ് ഫോർ ഓവർ 3% ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻസ് ആനുവലി, മോർ ദാൻ ഓൾ ഓഫ് ജർമ്മനി. ജർമ്മനി പുറപ്പെടുവിക്കുന്നതിനേക്കാൾ കാർബൺ എമിഷൻസ് നടത്തുന്നതാണ് ലോകത്തിലെ കപ്പൽ മേഖല. അത് മൊത്തം ഉൽപാദനത്തിന്റെ 3% വരും കാർബൺ. വിമാനങ്ങളും അതിന് തൊട്ട് താഴെ വരുന്നതാണ്. അപ്പൊ 330 മില്യൺ, 33 കോടി ടൺ എന്ത് വേണം? മെത്തനോളോ അതുപോലുള്ള ഫ്യൂവലോ വേണം. അത് നമുക്ക് കാർഷിക വേസ്റ്റിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ദ കമ്പനി വിൽ യൂസ് ഇറ്റ്സ് പ്രൊപ്രൈറ്ററി തെർമോ കെമിക്കൽ പ്രോസസ് to transform a wide range of waste products. ഒന്നുകൂടെ പറയണ്ടേ? വൈഡ് റേഞ്ച് ഓഫ് വേസ്റ്റ്. എല്ലാ വേസ്റ്റും, എന്തൊക്കെ വേസ്റ്റ് നമ്മുടെ ചുറ്റിലുമുണ്ടോ, അത് പ്രേക്ഷകർക്ക് മനസ്സിൽ ഓർമ്മ വരുന്ന എല്ലാ വേസ്റ്റുകളെയും നമുക്ക് ഇതിനകത്ത് കൊണ്ട് ഡംപ് ചെയ്യാം. കുറെ വേസ്റ്റുകൾ ഉണ്ടല്ലോ നമ്മുടെ ചുറ്റിലും, അതെല്ലാം ഉൾപ്പെടെ നമുക്ക് ഇതിനകത്ത് ഡംപ് ചെയ്യാം. into energy and carbon removal solutions to deliver positive environmental impact at the gigaton level. ഗിഗാട്ടൺ പ്രേക്ഷകർ എന്നെ മറുപടി തന്നിരുന്നു ഇടയ്ക്ക്. എന്തായാലും ഈ നാട്ടിലെ സകല വേസ്റ്റിനെയും നമുക്ക് ആരെയൊക്കെയാണോ എന്തൊക്കെയാണോ വേസ്റ്റായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് പ്രേക്ഷകർ, അതെല്ലാം എടുത്ത് നമുക്ക് ഈ പറയുന്ന ഫ്യൂവൽ ഉണ്ടാക്കാം. ദീസ് റിസൾട്ട്സ് കൺഫേം ദ ക്വാളിറ്റി ഓഫ് മാഷ് മേക്സ് ബയോഫ്യൂവൽ ആസ് എ വയബിൾ ന്യൂ സസ്റ്റൈനബിൾ ഫ്യൂവൽ ഫോർ ഷിപ്പിംഗ്. ആവർത്തിച്ചു പറയുകയാണ്. കാരണം ഫോസിൽ ഫ്യൂവൽ ഉപേക്ഷിക്കാൻ ലോകം തീരുമാനിച്ചു. അപ്പോൾ ബദൽ വരുന്നത് വരെയുള്ള ഒരു താമസം മാത്രമേ ഉള്ളൂ. ബദൽ വന്നാൽ തീർച്ചയായിട്ടും കപ്പലുകൾ റിട്രോഫിറ്റ് ചെയ്ത്, നമ്മൾ മുൻ എപ്പിസോഡുകളിൽ പറഞ്ഞല്ലോ, ഹപാക് ലോയിഡ് പഴയ 5 കപ്പലുകൾ റിട്രോഫിറ്റ് ചെയ്തു, CMA CGM ചെയ്തു, മേഴ്സ്ക് ചെയ്തു. എല്ലാവരും ബദൽ ഫ്യൂവലിന്റെ അന്വേഷണത്തിലാണ്. ദീസ് റിസൾട്ട്സ് കൺഫേം ദ ക്വാളിറ്റി ഓഫ് മാഷ് മേക്സ് ബയോഫ്യൂവൽ ആസ് എ വയബിൾ ന്യൂ സസ്റ്റൈനബിൾ ഫ്യൂവൽ ഫോർ shipping. Marsh Makes also uses agricultural byproducts to produce biochar, which improves soil fertility and permanently removes carbon emissions from the atmosphere. ഇത് ഇത്രയും നാളും ആരും തരാതിരുന്ന 2 കാര്യങ്ങളാണ്. മണ്ണിന്റെ ക്ഷമത, മണ്ണിന്റെ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കുന്നു, പിന്നെ കാർബൺ എമിഷൻസ് ഫ്രം ദ അറ്റ്മോസ്ഫിയർ മാറ്റുന്നു. ഇത് രണ്ടും കൂടി ഈ മാഷ് മേക്സിന്റെ ടെക്നോളജിയിൽ ഉൾച്ചേർന്നിട്ടുണ്ട്. Marsh Makes recent 3-season field trial of its biochar demonstrated a 21% average increase in crop yield per season. ചാടി വീഴില്ലേ? കേരളത്തിലെയും ഇന്ത്യയിലെയും കർഷകർ ചാടി വീഴില്ലേ? അവരുടെ ഉൽപാദനത്തിൽ 21% വർധനവ് വരുത്താൻ ഇതിന്റെ ഉപോൽപ്പന്നമായ ഫ്യൂവലിന്റെ ഉപോൽപ്പന്നമായ ബയോചാറ് മണ്ണിൽ മിക്സ് ചെയ്യുമ്പോൾ ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു വിപ്ലവം നടക്കില്ലേ? കർഷകരുടെ വിപ്ലവം നടക്കില്ലേ? അവരാവശ്യപ്പെടില്ലേ നാളെ മുതൽ ഞങ്ങൾക്ക് ഈ ഫ്യൂവൽ ഉൽപ്പാദിപ്പിക്കണം ബയോ വേസ്റ്റിൽ നിന്ന്? നമ്മുടെ പൈനാപ്പിൾ, വാഴക്കുളം, എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിലെ വാഴക്കുളം പോലുള്ള പ്രദേശങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന പൈനാപ്പിളിന്റെ അവശിഷ്ടങ്ങളെല്ലാം എടുത്തുകൊണ്ട് ഇത് ഉൽപ്പാദിപ്പിക്കണം. എന്നിട്ട് ഞങ്ങളുടെ മണ്ണ് കൂടുതൽ മെച്ചപ്പെടുത്തണം. വൈക്കോൽ, വാഴ തുടങ്ങിയ എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങളും ഇതിന് വിധേയമാക്കണം. ആ മാഷിനെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരണം എന്നായിരിക്കും നാളെ മുതൽ കർഷകർ ആവശ്യപ്പെടാൻ പോകുന്നത്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും അജണ്ട ഇവിടുത്തെ സാധാരണ ജനങ്ങൾ സെറ്റ് ചെയ്യും.